ആലപ്പുഴ മാന്നാർ പോലീസ് സ്റ്റേഷനിൽ SIയും CPIM ലോക്കൽ സെക്രട്ടറിയും തമ്മിൽ തർക്കം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രകടനം നടത്തിയതിന് കസ്റ്റഡിയിലെടുത്ത DYFI പ്രവർത്തകരെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടായിരുന്നു തർക്കം. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി. അശ്വിൻ, എന്താണ് സംഭവിച്ചത്? അനുജ, ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തെ രാജി ആവശ്യപ്പെട്ട് നിലവിലെ പ്രശ്നങ്ങളിൽ പ്രതിഷേധമെന്നോണം DYFIയുടെ ഒരു പ്രതിഷേധ മാർച്ച് മാന്നാർ ടൗണിൽ നടന്നിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഗതാഗത തടസ്സം ഉണ്ടാക്കിയതിനാൽ 5ഓളം വരുന്ന DYFI പ്രവർത്തകരെ മാന്നാർ SIയുടെ നേതൃത്വത്തിലുള്ള സംഘം കസ്റ്റഡിയിലെടുത്തു. ഇവരെ അകാരണമായാണ് കസ്റ്റഡിയിലെടുത്തത്. ഇവരെ വിട്ടുകിടണം എന്നാവശ്യപ്പെട്ടാണ് മാന്നാർ SI ശരത് ചന്ദ്ര ബോസിനോട് മാന്നാർ ഏരിയ സെക്രട്ടറി സെൽവരാജ് തട്ടിക്കയറുന്നു. സ്റ്റേഷനിലെത്തി പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് കൂട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമവും ഈ ലോക്കൽ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇതിനെ SI ശരത്ത് തടയുകയും ചെയ്തു. തുടർന്നാണ് ഇത്തരത്തിലൊരു ഭീഷണി, പ്രതികളെ വിട്ടുകിട്ടിയില്ലെങ്കിൽ ബലിയാടാകും എന്ന ഭീഷണി ഈ ലോക്കൽ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് മാന്നാർ SIക്ക് നേരെ ഉണ്ടാകുന്നത്. ഈ ഭീഷണിയൊക്കെ കയ്യിൽ വെച്ചാൽ മതിയെന്ന് പലയാവർത്തി SI തിരിച്ചും പറയുന്നുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് വലിയ വാഗ്വാദം സ്റ്റേഷനുള്ളിൽ ഏറെ നേരം നടന്നിരുന്നു. പിന്നീട് മുതിർന്ന ഉദ്യോഗസ്ഥരെത്തിയാണ് ഈ ലോക്കൽ സെക്രട്ടറിയെ അനുനയിപ്പിച്ചത്. നിലവിൽ ഇന്നലെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത ഈ കസ്റ്റഡിയിലെടുത്ത പ്രതികളെ വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സ്റ്റേഷനുള്ളിൽ കയറി നടത്തിയ ഭീഷണിയെ പോലീസും ഗുരുതരമായി തന്നെയാണ് കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഉന്നത ഉദ്യോഗസ്ഥർക്ക് നൽകും എന്നുള്ളതാണ് പറയുന്നത്. നിലവിൽ സ്പെഷ്യൽ ബ്രാഞ്ചും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും സ്റ്റേഷനുള്ളിൽ കയറി സ്റ്റേഷനിലെ SIയെ തന്നെ ഭീഷണിപ്പെടുത്തുന്ന, ബലിയാടാക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന അതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അനുജ്.